ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. കാറ്റഗറി നമ്പർ 104/2024 ആ കാറ്റഗറിയിൽ നടന്ന പരീക്ഷയാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇതിൽ മൂന്നാമത്തതാണ് തെറ്റ്. നമുക്കറിയാം, ആമുഖം എഴുതിയത് ആരാണ്? നെഹ്റു ആണ് ആമുഖം അവതരിപ്പിച്ചതും എഴുതിയതും കേട്ടോ. അപ്പോൾ ഇതിൽ ശരിയായ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഓപ്ഷൻ സി, ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം കേട്ടോ. അതാണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി, 1949 നവംബർ 26-നാണ്. നാലാമത്തെ ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? മഹാത്മാഗാന്ധി കേട്ടോ. മഹാത്മാഗാന്ധിയുടെ ആശയത്തെ ഉൾപ്പെടുത്തിയാണ് കേട്ടോ. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? മഹാത്മാഗാന്ധി കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? ഓപ്ഷൻ സി, 1951 കേട്ടോ. 51 ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 മാത്രം കേട്ടോ. 1 മാത്രം. ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണിയായിരുന്നു. 1 മാത്രമാണ് ശരിയല്ലാത്തത് കേട്ടോ. ശരി അല്ലാത്തതാണ് കേട്ടോ. ഓപ്ഷൻ സി, ഓപ്ഷൻ ബി ആണ്. ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്, നമുക്കറിയാം. ബാക്കി രണ്ടും കൊടുത്തേക്കുന്നത് ശരിയാണ്. അപ്പോൾ ചോദിച്ചേക്കുന്നത് ശരിയല്ലാത്തതായതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഓപ്ഷൻ ബി, മുഹമ്മദ് ഇക്ബാൽ ആണ് കേട്ടോ. മുഹമ്മദ് ഇക്ബാൽ ആണ്. എട്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ 4-മത്തത് തെറ്റാണ്. ഗാന്ധിജി അവസാനം വന്നത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടായിരുന്നു. ബാക്കി 5 പ്രാവശ്യമൊക്കെയാണ് വന്നേക്കുന്നത്. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാത്മാ എന്ന് ഗാന്ധിജി വിളിച്ചത് ടാഗോർ ആണ്. ഇതൊക്കെ എന്താണ്? ശരിയാണ്. ശരിയല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. 4-മത്തത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 4 മാത്രം. 9-ാമത്തെ ചോദ്യം നോക്കാം. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് നമുക്കറിയാം, രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ ബി, രാജാറാം മോഹൻ റോയ് ആണ്. 10-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നും എടുത്തതാണ് ദേശീയ മുദ്ര. അശോക ചക്രത്തിൽ 21 ആരക്കാലുകളുണ്ട്. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ 1ഉം 3ഉമാണ് കേട്ടോ. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 11-ാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരം നടന്നത് എന്ന്? 1809 ജനുവരി 11. ഓപ്ഷൻ എ ആണ് ആൻസർ. 12-ാമത്തെ ചോദ്യം നോക്കാം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപം നടന്നത് 1921 മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ ഉണ്ടായിരുന്നു. ഇതിൽ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ കേട്ടോ. അന്വേഷിച്ചത് മുതലിയാർ കമ്മീഷൻ അല്ല കേട്ടോ. അത് തെറ്റാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 13-ാമത്തെ ചോദ്യം, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതി ഭായ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഗൗരി പാർവതി ഭായ് ആണ്. 14-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആറ്റിങ്കൽ കലാപമാണ് കേട്ടോ. ഓപ്ഷൻ എ, ആറ്റിങ്കൽ കലാപം.
15ാമത്തെ ചോദ്യം, പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് എന്നാണ്? ഏതാണ്? 1805 നവംബർ 30. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസറേ. 16ാമത്തെ ചോദ്യം നോക്കാം. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡ് കേട്ടോ. ഓപ്ഷൻ എ സ്വിറ്റ്സർലാൻഡ്. 17ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? എത്രയാണ്? 94%. ഓപ്ഷൻ ബി ആണ് ആൻസറെ. 18ാമത്തെ ചോദ്യം, സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏതാണ്? സാമ്പത്തിക ആസൂത്രണം എവിടെയാണ്? 18ാമത്തത് ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ കേട്ടോ. സോവിയറ്റ് യൂണിയൻ ആണ്. 19ാമത്തെ ചോദ്യം നോക്കാം. ഭക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഭക്രാനങ്കൽ, സത്ലജ് നദി. ഓപ്ഷൻ ബി സത്ലജ് നദിയാണ്. 20ാമത്തെ ചോദ്യം നോക്കാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാര്? ഹോമി ജഹാംഗീർ ഭാവ കേട്ടോ. ഹോമി ജെ ഭാവയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? 21 ഓപ്ഷൻ സി ന്യൂഡൽഹി കേട്ടോ. ഓപ്ഷൻ സി ന്യൂഡൽഹിയാണ്. 22ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രി? നമുക്കറിയാം ഓപ്ഷൻ ഡി ജോൺ മത്തായി കേട്ടോ. മലയാളിയായ ജോൺ മത്തായി ആണ്. 23ാമത്തെ ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14. ഓപ്ഷൻ എ ഡിസംബർ 14 ആണ്. 24ാമത്തെ ചോദ്യം, ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. 24 ഓപ്ഷൻ എ ആണ്. ഈ പറയുന്ന 1, 2, 3 എന്താണ്? ശരിയാണ്. എല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് 24ന്റെ ആൻസർ. 25ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം, ഏറ്റവും കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം, ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്, ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. 25ാമത്തതിൽ 1ഉം 2ഉമാണ് കേട്ടോ. 1ഉം 2ഉമാണ് ശരിയല്ലാതെ കേട്ടോ. 1ഉം 2ഉം ശരിയല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് 25. ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2ഉം 3ഉം 2ഉം 3ഉമാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം, ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണെന്നുള്ളത്. അതാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ് 25ന്റെ ആൻസർ കേട്ടോ. 25 ഓപ്ഷൻ ബി 2ഉം 3ഉം. ഇനി 26ാമത്തെ ചോദ്യം, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. തുഷാരഗിരി കോഴിക്കോട്, വാഴച്ചാൽ പത്തനംതിട്ട തെറ്റാണ്, ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം. ഓപ്ഷൻ ബി ആണ് കേട്ടോ തെറ്റായത്. ഏതാണ്? ശരിയല്ലാത്ത കണ്ടെത്തുകാനാണ്. ഓപ്ഷൻ ബി ആണ്. വാഴച്ചാൽ എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. ഇവിടെ പത്തനംതിട്ട എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറെ. 27ാമത്തെ ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. 27ാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. മത്സ്യഫെഡ് ആരംഭിച്ചത് 84ലാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 27ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം വയനാട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം
പെരിയാറ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ 28ാമത്തത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമേ ഉള്ളൂ കേട്ടോ. 1ഉം 2ഉം മാത്രമേ ഉള്ളൂ ശരിയായത്, ബാക്കി തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 29ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചൊല. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളം. അപ്പോൾ 29 ഓപ്ഷൻ സി ആണ് ആൻസർ. തെറ്റായ പ്രസ്താവന വെച്ചാൽ 2ഉം 4ഉമാണ് കേട്ടോ. ഈ സിംഹവാലൻ കുരങ്ങൊക്കെ സൈലന്റ് വാലിയിലാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ 29ാമത്തതിന് ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം 2ഉം 4ഉമാണ് കേട്ടോ. 2ഉം 4ഉം തെറ്റായ പ്രസ്താവന 2ഉം 4ഉമാണ്. 30ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതെന്നും കണ്ടെത്തുക. കബനി, കബനി, പാമ്പാർ, പമ്പ, പെരിയാറ്. അപ്പോൾ 30ാമത്തതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 2ഉം, അതായത് കബനി, ഭവാനി, പാമ്പാർ ഇതാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കേട്ടോ. പമ്പയും പെരിയാറൊക്കെ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. കബനിയും പാമ്പാറുമാണ് അതിൽ വരുന്നത്. 31ാമത്തെ ചോദ്യം. വികേന്ദ്രീകാസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏത്? വികേന്ദ്രീകാസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏത് എന്നാണ് ചോദ്യം. പ്രാദേശിക ആവശ്യങ്ങൾ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുക. ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുക. പദ്ധതികൾ സംസ്ഥാന ആസൂത്രണ ബോർഡിന് കൈമാറുക. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. 31ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക കേട്ടോ. 31 ഓപ്ഷൻ ഡി ആണ് ആൻസറെ. 32ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ് കേട്ടോ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. 33ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ സി കോട്ടയമാണ്. 34 കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് ഓപ്ഷൻ സി ആണ്. പത്തനംതിട്ട കേട്ടോ. കക്കാട് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ഓപ്ഷൻ സി പത്തനംതിട്ട. 35ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതാ? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ താരതമ്യേന വീതി കുറവ്, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. 35ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം കേട്ടോ. ശരിയല്ലാത്തതെന്ന് പറഞ്ഞാൽ 2ഉം 3ഉമാണ്. താരതമ്യേന വീതി കുറവ്, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, അതാണ് തെറ്റായ ശരിയല്ലാത്തത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 35 ഓപ്ഷൻ ഡി. 36ാമത്തെ ചോദ്യം. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതൽ, അപരദന തീവ്രത കുറവ്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. 36ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 3ഉം 4ഉമാണ് കേട്ടോ. 3ഉം 4ഉമാണ് ശരിയല്ലാത്തത് കേട്ടോ. 37ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. നവശേവയുണ്ട്, കാണ്ടലയുണ്ട്, ഹാൽഡിയുണ്ട്, വിശാഖപട്ടണമുണ്ട്. 37ന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം കേട്ടോ. നവശേവ, കാണ്ടില തുറമുഖങ്ങളാണ് പടിഞ്ഞാറ് തീരത്ത് കേട്ടോ. മറ്റു രണ്ടും കിഴക്കൻ തീരത്താണ്. 38ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്തുക. ട്രാൻസ് ഹിമാലയത്തിൽ 38 ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം കേട്ടോ. കാരക്കോറം, സസ്കർ കേട്ടോ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകളാണ് കാരക്കോറവും സസ്കറും കേട്ടോ. 39ാമത്തെ ചോദ്യം. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? ഏതാണ്? ഓപ്ഷൻ സി കാവേരി കേട്ടോ. 39 ഓപ്ഷൻ സി കാവേരി. 40ാമത്തെ ചോദ്യം നോക്കാം. 2024 T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഏതാണ് 40ാമത്തെ ആൻസർ? 40ാമത്തെ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയുമാണ്, നമുക്കറിയാം അല്ലേ. ഓപ്ഷൻ ഡി ആണ് 40ന്റെ ആൻസർ. 41ാമത്തെ ചോദ്യം.
2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ആര്? 41. ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. 41 എ ശ്രീകുമാരൻ തമ്പി. 42 ചോദ്യം, 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ഓപ്ഷൻ സി രാഹുൽ ഗാന്ധി കേട്ടോ, രാഹുൽ ഗാന്ധി. 43 ചോദ്യം, 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത്? 43 ഓപ്ഷൻ ബി ആണ് ബ്രസീൽ കേട്ടോ, ബ്രസീലാണ്. 44 ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? 44ാമത്തതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി. 3 കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് നമ്മൾ പറയില്ലേ, അത് 3 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 3 മാത്രം കേട്ടോ. 45ാമത്തെ ചോദ്യം നോക്കാം. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. കത്തി, കരി, താടി, താടി മിനുക്ക്, പച്ച മിനുക്ക്. അപ്പോൾ ഇതിൽ 45ന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം കേട്ടോ, 1ഉം 3ഉമാണേ. കത്തി, കരി, താടി മിനുക്ക്, പച്ച കേട്ടോ, ഇതാണേ. 1ഉം 3ഉമാണ് വരുന്നത്. 45 ഓപ്ഷൻ സി ആണ് ആൻസറേ. 46ാമത്തെ ചോദ്യം, കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ്? 46ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രം കേട്ടോ. അതായത് ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ കേട്ടോ, ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ കേട്ടോ. 1ഉം 3ഉമാണ്. 46 ഓപ്ഷൻ ബി ആണ് ആൻസർ. 47ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി രാത്രിമഴ കേട്ടോ, രാത്രിമഴയാണ്. ഓപ്ഷൻ ബി രാത്രിമഴ ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. 48ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആര്? ഇതിൽ ഹിലരി ക്ലിന്റൺ വഹിച്ചിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ സി 3 മാത്രം കേട്ടോ, ഓപ്ഷൻ സി 3 മാത്രമാണ് 48ന്റെ ആൻസർ. 49ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ഓപ്ഷൻ എ 75 രൂപയാണ് കേട്ടോ, 75 രൂപ. 50ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? 50ാമത്തത് ഓപ്ഷൻ സി സംവിധാൻ സദൻ കേട്ടോ, ഓപ്ഷൻ സി സംവിധാൻ സദൻ എന്നാണ്, സംവിധാൻ സദൻ. അടുത്ത ചോദ്യം നോക്കാം. 51ാമത്തെ ചോദ്യം, ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? നമുക്കറിയാം, ഓപ്ഷൻ ബി ഇസ്രായേൽ. 52ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? 52ാമത് ഓപ്ഷൻ സി ആണ് ആൻ ഫ്രാങ്ക് കേട്ടോ, ഓപ്ഷൻ സി ആൻ ഫ്രാങ്കിൻ്റെ ആണ്. 53ാമത്തെ ചോദ്യം, ആഹാര ശൃംഖലയിലെ 1ാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? 53 ഓപ്ഷൻ സി ആണ് പുല്ല് കേട്ടോ, പുല്ലാണ്, ഓപ്ഷൻ സി പുല്ല്. 54 ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? 54 ഓപ്ഷൻ ബി ആണ് തെങ്ങ് കേട്ടോ, ഓപ്ഷൻ ബി തെങ്ങ്. 55ാമത്തെ ചോദ്യം, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? 55 ഓപ്ഷൻ ഡി കരളാണ് കേട്ടോ. 56ാമത്തെ ചോദ്യം, വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? 56 ഓപ്ഷൻ ബി ജീവകം ബിയുടെ ആണ് കേട്ടോ, ജീവകം ബി. 57ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏത്? വന്യജീവി സങ്കേതം, നീലഗിരി ദേശീയ പാർക്ക്, സൈലന്റ് വാലി, കമ്മ്യൂണിറ്റി റിസർവ്, അഗസ്ത്യാർകുടം, ബയോസ്ഫിയർ റിസർവ്, കടലുണ്ടി. അപ്പോൾ ഇതിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറയുന്നത്. 57 ഓപ്ഷൻ ബി 2 മാത്രമാണ് കേട്ടോ, 2 മാത്രം കേട്ടോ, ഓപ്ഷൻ ബി 2 മാത്രം. ദേശീയ പാർക്ക്, സൈലന്റ് വാലി കേട്ടോ, അത് മാത്രമാണ് ശരിയായ ജോഡി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 57 ഓപ്ഷൻ ബി. 58ാമത്തെ ചോദ്യം നോക്കാം. ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ശാസ്ത്രജ്ഞർ. ഓപ്ഷൻ ബി 58 ഓപ്ഷൻ ബി ആണ് ശാസ്ത്രജ്ഞർ. 59ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏത്? 59ാമത്തെ ഓപ്ഷൻ എ ആണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ കേട്ടോ, രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാറാണ്. 60ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏത്?
നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. pH മൂല്യം 7 കൂടുതലാണ്, pH മൂല്യം 7 കുറവാണ്. അപ്പോൾ 60ാമത്തതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം കേട്ടോ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, അതേപോലെ തന്നെ pH മൂല്യം 7 കുറവാണ്. ഇതാണ് ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസറേ, ഓപ്ഷൻ ഡി. 61ാമത്തെ ചോദ്യം, 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവക്കിടയിലുള്ള പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? 61ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, 5 കേട്ടോ, 5. 62ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? 62 ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ, ഓപ്ഷൻ ബി ആസാം. 63ാമത്തെ ചോദ്യം, ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ആട്ടുകട്ടിലെ ചലനം, ഫാനിലെ ദളങ്ങളുടെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനം. 63ാമത്തെ ചോദ്യമാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, 2ഉം 4ഉം കേട്ടോ, ഓപ്ഷൻ ഡി 2ഉം 4ഉമാണേ. 64ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ് കേട്ടോ, 64 ഹെൻറി കാവൻഡിഷ് ആണ്. 65ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആര്? യൂജിൻ സെർനൻ കേട്ടോ, യൂജിൻ സെർനൻ. 65 ഡി ആണ് ആൻസർ. ലോക ജലദിനം എന്ന് 66 ഓപ്ഷൻ എ ആണ്, മാർച്ച് 22. 67ാമത്തെ ചോദ്യം, ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരി ആര്? ഓപ്ഷൻ എ വൈറസ് ആണ് കേട്ടോ, വൈറസ്. 68ാമത്തെ ചോദ്യം, ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? 68 ഓപ്ഷൻ എ ആണ് ആൻസർ, ഈഡിസ് കേട്ടോ, ഈഡിസ് എന്നാണ്, ഈഡിസ്. 69ാമത്തെ ചോദ്യം, എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? എയ്ഡ്സ് രോഗമാണ് 69ാമത്തെ ചോദ്യം കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ, HIV വൈറസ്. നമുക്കറിയാം HIV വൈറസ് ആണെന്ന്. 70ാമത്തെ ചോദ്യം, നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? ഓപ്ഷൻ സി 120/80 കേട്ടോ, 120/80 ആണേ, ഓപ്ഷൻ സി ആണ് 70ാമത്തത്, ഓപ്ഷൻ സി ആണ് ആൻസർ. 71ാമത്തെ ചോദ്യം, മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? 206 ഓപ്ഷൻ 71ാമത്തത് ഓപ്ഷൻ ബി ആണ്, 206 നമുക്കറിയാം. 72ാമത്തെ ചോദ്യം, പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? 72 ഓപ്ഷൻ ഡി ഇനാമൽ കേട്ടോ, ഇനാമലാണേ. 73ാമത്തെ ചോദ്യം, ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? നമുക്കറിയാം 72 ഓപ്ഷൻ എ ആണ്, 72. 74 പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ്? 74 സി ബ്രോങ്കൈറ്റിസ് കേട്ടോ, 74 സി ബ്രോങ്കൈറ്റിസ്. 75 ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? 75 ഓപ്ഷൻ ഡി ആണ്, ടൈഫോയിഡ് കേട്ടോ, ടൈഫോയിഡ്. 76ാമത്തെ ചോദ്യം, ഒരു കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര് എന്ത്? നമുക്കറിയാം മൃതസഞ്ജീവനി എന്നാണ്. 76 ഓപ്ഷൻ ഡി ആണ്, മൃതസഞ്ജീവനി. 77ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയാണ്? വരയാട്, ഓപ്ഷൻ എ വരയാടാണ്. 78ാമത്തെ ചോദ്യം, പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഏത്? 78 ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹോർട്ടികൾച്ചർ കേട്ടോ, ഹോർട്ടികൾച്ചർ. 79ാമത്തെ ചോദ്യം, പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? 79ാമത്തത് ഓപ്ഷൻ ഡി നെല്ലാണ് കേട്ടോ, നെല്ല്. 80ാമത്തെ ചോദ്യം, ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ്? 80ാമത്തെ ആൻസർ ആണ് ഓപ്ഷൻ സി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി കേട്ടോ, കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി.